നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അതിൽ ഒരു കാറ്റഗറി വന്നിട്ടുള്ളത് പ്യുവർ കോട്ടണിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ക്രോഷ്യ ലേസും കൂടെ വരുന്ന ഒരു ഡിസൈനാണ്. അതിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്, എല്ലാം ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഒരു ബഡ്ജറ്റ് ബൈ ആയിട്ട് 1479 റേഞ്ചിൽ വന്നിട്ടുള്ള ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഒരു സെറ്റും. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫോക്സ് ജോർജറ്റിലുള്ള ഈ ഒരു പാറ്റേൺ നോക്കാം. ഇത് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലാണല്ലോ, മഴക്കാലം വന്നിട്ടുണ്ട്, ജോർജറ്റ് മെറ്റീരിയൽ വളരെ ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വാഷ് ചെയ്തിട്ട് ഡ്രൈ ആവാനൊക്കെ കുറച്ചുകൂടെ പെട്ടെന്നാകുന്നതാണ്. അപ്പം ഇത് വന്നിട്ടുള്ളത് ഫോക്സ് ജോർജറ്റിലാണ്. ഇത് വരുന്നത് ഡീപ്പ് മസ്റ്റാർഡ് കളറിലോട്ടാണ്. സിമ്പിളായിട്ട് യോക്കിലോട്ട് പോട്ട്ലി ബട്ടൺസ് മാത്രമാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്, ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് ടോപ്പിൽ വരുന്നത്. പക്ഷെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ ബറാസോ പാറ്റേൺ എന്ന് പറയും ഇതിന്. ഈ ഒരു വീവിങ് ഡിസൈന് പറയുന്ന പേരാണ് ബറാസോ. ബാക്ക് സൈഡിലും വന്നിട്ടുണ്ടാവും, പ്രിൻറ്റിങ് അല്ല, ഇതിലൊരു പ്രത്യേക രീതിയിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ്. ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണത്, ഒരു വീവിങ് പാറ്റേൺ പോലെ. ഇതാണ് ഒരു ഫ്ലോറൽ കിടക്കുന്ന ഒരു ജാലി പാറ്റേണിൽ ഫുള്ളായിട്ട് ആ ബറാസോ പാറ്റേൺ വന്നിരിക്കുകയാണ്. പിന്നെ ഫുൾ റൗണ്ട് ഒരു സ്കാലപ്പ് പാറ്റേൺ പോലെ ക്രോഷ്യ ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ബോട്ടം പെയർ ചെയ്തിരിക്കുന്ന സിന്തറ്റിക് സിൽക്കിലാണ്, വിത്ത് ലൈനിങ് ആയിട്ടാണ് ഈ ഒരു ബോട്ടം മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇതാണ് പാറ്റേൺ. നമുക്കിതിൽ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് വരുന്ന ഒരു മിസ്റ്റി റോസ് കളർ ടോണിൽ സെയിം ഡിസൈൻ തന്നെ. യോക്കിലോട്ട് പോട്ട്ലി ബട്ടൺസ് വന്നിട്ടുണ്ട്, ബാക്കി പ്ലെയിൻ ആയിട്ട് വരും. പിന്നെ അടുത്ത് ദുപ്പട്ടയാണ്. ദുപ്പട്ട ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിലും അതേ പാറ്റേൺ ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുണ്ട് വിത്ത് സ്കാലപ്പ് ഡീറ്റെയിലിംഗ്. പിന്നെ ബോട്ടം സിന്തറ്റിക് സിൽക്കിൽ. അടുത്ത ഷെയ്ഡ് വന്നിട്ടൊരു ലൈറ്റ് ചോക്ലേറ്റ് കളറിലാണ്. ഇതുപോലെ സെയിം പാറ്റേൺ, ദുപ്പട്ട, ബോട്ടം. ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡസ്റ്റി സേജ് ഗ്രീൻ കളർ ടോണിലോട്ട്. ഇങ്ങനെ 4 ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. പിന്നെ ബോട്ടം ഓരോന്നിൻ്റെയും കളേഴ്സ് അതിനനുസരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോത്തിൻ്റെയും ദുപ്പട്ടയിൽ ചെറിയ ചെറിയ കളറിന് ചേഞ്ച് ഉണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു പ്യുവർ കളക്ഷനാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഫാബ്രിക് ആണെങ്കിലും പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. പിന്നെ ബ്ലോക്ക് പ്രിൻറ്റഡും ആണ്. പിന്നെ ഒരു ഡിസൈനർ പാറ്റേണും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് പിങ്ക് കളർ, പിങ്ക് ലൈലാക്ക് ഒരു കളറാണ് ഇത് വരുന്നത്. ബ്ലോക്ക് പ്രിൻസ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് 2 സൈഡിൽ വന്നിട്ട് മിഡിൽ ഹക്കോബ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റിങ്ങും സൈഡിലോട്ട് ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് ഡൈ ചെയ്ത സെയിം കളറിൽ. ഈവൻ ഹെം ലൈനിലോട്ടും പാറ്റേൺ വർക്ക് വന്നിട്ടുണ്ട്. ക്രോഷ്യയും ബ്ലോക്ക് പ്രിൻറ്റൂടെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിനും അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്ന പ്രിൻറ്റിംഗ് പാറ്റേൺ ആണ് സ്ലീവ്സിലോട്ട് വന്നിട്ടുള്ളത് വിത്ത് ബോർഡർ ആൻഡ് ക്രോഷ്യ വർക്ക്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയും കംപ്ലീറ്റ്ലി ഒരു ഡിസൈനർ പാറ്റേണിലാണ് വരുന്നത്. ബ്ലോക്ക് പ്രിൻറ്റഡ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് ഇടയ്ക്കൂടെ ക്രോഷ്യ വർക്കും കൂടെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചുറ്റും ക്രോഷ്യ വർക്കും വന്നിട്ടുണ്ട്. മൾ കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത്. എൻഡിലോട്ടും ആ ഒരു പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ വരും. ബോട്ടം വന്നിട്ടുള്ളത് നമ്മൾ ബാക്ക് സൈഡിൽ കണ്ട സെയിം ആ ഒരു ബ്ലോക്ക് പ്രിൻസ് ആണ് ബോട്ടം ഫാബ്രിക്കിലോട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ഓൾ ഓവർ ആ ഒരു പാറ്റേൺ വരുന്നത്, ഇതുപോലെയാണ്. ഇതിൻ്റെ അടുത്ത ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. കഷിഷിൻ്റെ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിലോട്ട് വരുമ്പം ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ്. അതിൻ്റെ കൂടെ ക്രോഷ്യ ലേസിലും ബ്ലോക്ക് പ്രിൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വീതി കൂടിയ ക്രോഷ്യ ലേസ് ഇങ്ങനെ കുറച്ച് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ഫാബ്രിക് ലേസ് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്, ബാക്ക് സൈഡിലോട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റിങ്. പിന്നെ അടുത്ത സ്ലീവ്സ് ആണ്. സ്ലീവിലോട്ടും ഈ ഒരു പാറ്റേൺ വരും. പിന്നെ എൻഡിലോട്ട് കൊടുക്കാൻ ക്രോഷ്യ ലേസും ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഡിഫറെൻ്റ് ആണ്, ഒരു യുണീക്കാണ് മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് ടോപ്പ്. അടുത്തതിൻ്റെ ദുപ്പട്ട മൾ കോട്ടണിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്രോഷ്യ വർക്കും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട കുറച്ചുകൂടെ സിമ്പിളാണ്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാഫ് ആയിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ടയിലോട്ടുള്ള പ്രിൻറ്റിങ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഹെം ലൈനിൽ ഇതിൻ്റെ എൻഡിലോട്ട് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ക്രോഷ്യ ലേസ് വെച്ചിട്ടുള്ളത്. ബോട്ടവും അതേപോലെ തന്നെ ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ് കംപ്ലീറ്റ്ലി. ഇതാണ് അടുത്ത ഡിസൈൻ. ഇനി അടുത്തത് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ. ഇത് 3ാമത്തെ ഡിസൈൻ. ഇതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ജാലി പാറ്റേണിൽ ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ.
എൻഡിലേക്ക് വരുമ്പോൾ ഇതാണ് എൻ്റെ പാറ്റേൺ വർക്ക് വന്നിട്ടുള്ളത്. എല്ലാം ഡിഫറെൻ്റ് ആണ്. 3 നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ സെയിം ആ ഒരു ഫ്രണ്ടിലുള്ള ആ സെയിം ജാലി പാറ്റേൺ. മൽക്കോട്ടൺ ദുപ്പട്ട ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിൻറ്റഡും ക്രോഷ്യയും ഒക്കെ കൊടുത്ത് നല്ല ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ദുപ്പട്ട. ചുറ്റും നല്ല ഭംഗിയായിട്ട് ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റിങ്, ബ്ലോക്ക് പ്രിൻറ്റിങ് തന്നെ കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്നതാണ് ബോട്ടം ഫാബ്രിക്. അടുത്തത് ഇതിൽ ലാസ്റ്റ് കളർ വന്നിട്ടുള്ള മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ, ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ. ഒരു യെല്ലോ കളർ കോമ്പിനേഷനും കൂടെ, മെഹന്തി ഗ്രീൻ ആൻഡ് യെല്ലോ ആൻഡ് ഗ്രീൻ കളർ. സൈഡിലോട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ഈ ഒരു പാറ്റേൺ. മിഡിലിൽ ഹക്കോബ ഫാബ്രിക്കും ക്രോഷ്യ ലേസും ബ്ലോക്ക് പ്രിൻറ്റ്സും അങ്ങനെ ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിലോട്ട് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. എൻഡിലോട്ട് ഹക്കോബ ഫാബ്രിക്, ബ്ലോക്ക് പ്രിൻറ്റ്, ക്രോഷ്യ. പിന്നെ ബാക്ക് സൈഡും ആ സെയിം പാറ്റേൺ തന്നെ വരും. ദുപ്പട്ട മൽക്കോട്ടണിലാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ. പിന്നെ ബോട്ടത്തിലോട്ടുള്ള ഡിസൈൻ ദുപ്പട്ടയിലുള്ള ആ ഒരു കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ബോട്ടത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട ഡിസൈൻസ് വന്നിട്ടുള്ള കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കളക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടത് നമുക്കൊരു ക്യാഷ്വൽ യൂസിന് പറ്റിയ, ഡെയിലി വെയറിന് പറ്റിയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ മാക്സിമം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.